മന്ത്രി സണ്ണി ജോസഫിനെതിരെ ആരോപണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി അംഗം എം.വി. ജയരാജൻ 24,905 റാങ്കുകാരിയായ മകൾ ചട്ടം മറികടന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയെന്ന ആരോപണം അർഹതപ്പെട്ടവരെ മറികടന്ന് മകൾക്ക് സീറ്റ് വാങ്ങി നൽകി. കുടുംബാംഗങ്ങൾക്ക് വിവിധ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകിയെന്നും ആരോപണം. ഇതിനെക്കുറിച്ചെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നും എം.വി. ജയരാജൻ ചോദിച്ചു. അഞ്ചൂർ റോസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മകളാണ്. എങ്ങനെയാണ് അഞ്ചു റോസിന് പരിയാരം മെഡിക്കൽ കോളേജിൽ 2006 MBBS പ്രവേശനം കിട്ടിയത്? അഞ്ചു റോസിന്റെ റാങ്ക് 24,945 ആണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ 24,945 റാങ്കുള്ള ഒരാൾക്ക് കിട്ടുമോ? അക്കാലത്ത് 1000 ആളുകൾക്ക് മാത്രമേ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി ആയതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അക്കാലത്ത് ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായതുകൊണ്ട് ചട്ടം മറികടന്ന് റാങ്ക് മറികടന്ന് MBBS പ്രവേശനം നൽകി. സെയ്ഫ് സൈനുലാബ്ദീൻ ചേർന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. സെയ്ഫ്, ബന്ധു നിയമന വിവാദം അതിപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് സണ്ണി ജോസഫിനെതിരെ. അതിനിടയിലാണ് വീണ്ടും മറ്റൊരു ആരോപണവുമായി CPM രംഗത്തെത്തുന്നത്. എന്താണ് എം.വി. ജയരാജൻ പറയുന്നത്? ബന്ധു നിയമന ആരോപണം ശക്തമായിക്കൊണ്ടിരിക്കുന്നെങ്കിലും കോൺഗ്രസ് അതിനെ ഗൗനിക്കുന്നില്ല. കാരണം നേരത്തെ ബന്ധു നിയമന വിവാദങ്ങൾ ഉണ്ടായ സമയത്തെല്ലാം അതിശക്തമായിട്ട് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഇപ്പോ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോഴും PK ശ്രീമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം അതിശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. പക്ഷേ ആ നാവൊന്നും ഇപ്പോൾ പൊങ്ങുന്നത് നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട് അതിഗുരുതരമായ ആരോപണമാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായ CPMന്റെ പ്രധാനപ്പെട്ട നേതാവായ M.V. ജയരാജൻ ഉന്നയിക്കുന്നത്. സണ്ണി ജോസഫിന്റെ മകൾക്ക് 24,905 ആയിരുന്നു റാങ്ക്. സാധാരണഗതിയിൽ അങ്ങനെ റാങ്കുള്ള ആൾക്കാർക്ക് MBBS പ്രവേശനം കിട്ടാറില്ല. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് അവിടെ MBBS പ്രവേശനം നേടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ അല്ല പ്രവേശനം നേടിയത്, അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവേശനം നേടിയത്. ചട്ടവും റാങ്കും മറികടന്നാണ് പ്രവേശനം എന്നാണ് M.V. ജയരാജൻ ആരോപിക്കുന്നത്. ഇതിന്റെ കോൺഗ്രസ് നേതാക്കൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് മാതൃകയാക്കി കഴിഞ്ഞാൽ സ്വന്തക്കാർക്ക് മാത്രമാകും 5 കൊല്ലം നിയമനങ്ങൾ ഉണ്ടാവുക. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM കടുത്ത ആരോപണവുമായിട്ട് രംഗത്ത് വരുന്നത്.